1450 രൂപ 50 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഏത്തപ്പഴം മേടിച്ച് പുഴുങ്ങി തിന്നായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? 1450 രൂപ 50 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? എവിടെയൊക്കെ പോയിരുന്നെന്നറിയോ? ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് സുമതി വളവ് ഉണ്ട്. സുമതി വളവ് നമ്മളൊക്കെ കൊച്ചിലെ ഇങ്ങനെ കേട്ടിട്ടുള്ള കഥകളിൽ ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു സാധനമാണ് ഈ സുമതി വളവ് എന്ന് പറയുന്നത്. അത് നമ്മളെ ചെറുപ്പത്തിലൊക്കെ നല്ലതായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. സോ റൈറ്റർ അഭിലാഷ് പിള്ളൈ, നമ്മുടെ മാളികപ്പുറം, അങ്ങനെ പുള്ളിക്കാരൻ്റെ റൈറ്റിങ്ങിൽ വന്ന സിനിമയാണ് ഈ പറയുന്ന സുമതി വളവ്. സംവിധാനം വിഷ്ണു ശശി ശങ്കർ, നമ്മുടെ മാളികപ്പുറത്തിൻ്റെ ഡയറക്ടർ. പിന്നെ മാളികപ്പുറത്തിലുള്ള ഒരുപാട് കാസ്റ്റ് ഈ സിനിമയിലും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്ഥിതി പുള്ളിക്കാരൻ എന്തായാലും കാണിച്ചിട്ടുണ്ട്. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സുമതി വളവ് എന്ന് പറയുന്ന ആ ഒരു നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. ഇവർ വേറൊരു മെത്ത് ആഡ് ചെയ്ത് അതിനകത്ത് കുറേ ഹൊറർ എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പരിപാടികൾ കാണിച്ചിട്ടുള്ളൊരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ സുമതി വളവിൽ പടം തുടങ്ങിയെങ്കിലും പടം ചെന്ന് അവസാനിച്ചത് ഒരു കല്യാണ വളവിലാണ്. അതായത് പടത്തിൽ ഒരു ഹൊറർ മിസ്റ്ററി ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ മിസ്റ്ററി എന്ന് പറയുന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി ഈ വളവൊന്ന് ലോങ് ഷോട്ടിൽ കാണിക്കും. പിന്നെ അവിടേക്ക് വരുന്ന കുറേ സംഭവങ്ങൾ കാണിക്കും. കോമാളിത്തരം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോമാളിത്തരം കാണിച്ചൊരു പടം ഈ അടുത്ത കാലത്തിട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്ത് ഒരു നിലവാരമില്ലാത്ത, ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റോറി ടെല്ലിങ്. ഒരു കാലഘട്ടത്തിനെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കാനോ അതിന് വേണ്ടിയിട്ടുള്ള മെനക്കേട് എടുക്കാനോ ഒന്നും ഇവർ തുനിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കോസ്റ്റ്യൂംസിനകത്ത് കുറച്ച് പരിപാടികൾ കാണിക്കുന്നു, കുറച്ച് പരിപാടികൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിൻപുറം, ആ നാട്ടിൻപുറത്തിൻ്റെ വളവിലാണ് ഈ സുമതി വളവ് കിടക്കുന്നത്. പിന്നെ എപ്പോഴും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിനും അപ്പുറത്തേക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ ആ നാട്ടിലെ കഥയാണ് ഇവർ പറയാൻ ഉദ്ദേശിച്ചെങ്കിലും ആ നാട്ടിലെ അപരാധങ്ങളാണ് നമ്മൾ കാണേണ്ടി വന്നത്. ആ നാട്ടിലെ ഏറ്റവും വലിയ വിഷയം അവിടുന്ന് ഒരു പെണ്ണ് ഒളിച്ചോടി പോയതാണ്. അവൾ പോയോ ഇല്ലയോ, സുമതി കൊന്നോ ഇല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ മിസ്റ്ററി. പിന്നെ അത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ. അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് പടത്തിലുണ്ട്. എന്തിനാണ് എന്താ പാവപ്പെട്ടവരെ ഈ പടത്തിൽ പിടിച്ചിട്ടേക്കുന്നത്? ഒരു കാര്യമില്ലാത്തൊരു റോള്. പിന്നെ അതുപോലെ തന്നെ നന്ദു ചേട്ടൻ വന്ന് 2 ഡയലോഗ് കണ്ടാണ് പുള്ളിക്ക് ഈ സിനിമയ്ക്കകത്തുള്ളത്. ബാക്കി 1-2 സീനിനകത്ത് പുള്ളി വരുന്നുണ്ട്. പുള്ളി അതുപോലെ പോകുന്നുണ്ട്. ഒരക്ഷരം ഉണ്ടായില്ലാതെ ചുമ്മാ കസേര ഇരുന്നിട്ട് എണീച്ച് പോകുന്നു. പിന്നെ അഭിലാഷ് പിള്ളൈ, റൈറ്ററായിട്ടുള്ള അഭിലാഷ് പിള്ളൈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. നിർഗുണ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര നിർഗുണം, ഒന്നും പറയല്ല. ചേട്ടാ വീട്, ചേട്ടാ വീട്, പോട്ടെ ചേട്ടാ, ഇത് പറയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ ഭരതൻ തുടക്കത്തിൽ കൊടുത്ത ബിൽഡപ്പും എന്തൊക്കെയോ കാണിക്കും എന്ന് വിചാരിച്ച് കൊണ്ടുപോയിട്ട് അവസാനം വേറൊരു ഒരു ലോക്കൽ കുടിയൻ എന്നുള്ള സെറ്റപ്പിലേക്ക് ആ ക്യാരക്ടറും കൊണ്ട് തള്ളി. പിന്നെ നമ്മുടെ പണിയിലുണ്ടായിരുന്ന വാറണ്ട് ഡേവി, ആ പടത്തിനകത്തൊക്കെ അങ്ങേർക്ക് കിട്ടിയൊരു സ്വാഗും അതുപോലെ തന്നെ ആ സിനിമയിൽ നിന്ന് പുള്ളിക്ക് കിട്ടിയ അപ്രിസിയേഷനും ഒക്കെ ഗംഭീരമായിരുന്നു. ഈ സിനിമയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തരാ ഒരു എസ് ഐക്ക് ഒന്നും ചെയ്യാനും ഇല്ല, എസ് ഐക്ക് ഒന്നും പണയാനും ഇല്ല. ക്ലീശ എസ് ഐ ഏതെങ്കിലും ഒരു നാട്ടിൻപുറത്ത് വന്ന് കയറുന്നു, അവിടുത്തെ കാശുകാരന്മാരുമായിട്ട് ഒട്ടുന്നു, അവന്മാരുടെ തെമ്മാടിത്തരത്തിന് കൂട്ടിയിരിക്കുന്നു, ഫിനിഷ്. പിന്നെ ഇരയാക്കപ്പെടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2-3 ക്യാരക്ടേഴ്സ് അങ്ങനെ. പിന്നെ ഭദ്രൻ, എൻ്റെ മോനെ പടത്തിലെ കിടു കാസ്റ്റിംഗ് അങ്ങനെയായിരുന്നു. ഭദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തൊരു പുള്ളിയുണ്ട്. ഒരു സ്വാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമ്മളെ ഈ കൂഴച്ചൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ ഈച്ച വന്ന് കിടന്ന് ആടുമ്പോൾ നമ്മൾ ഓട്ടിച്ചു വിടുന്നൊരു സാധനം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു തൊലിഞ്ഞ സ്വാഗ്. വില്ലനാണ് അത്രേ. എന്തുവാ ഇയാൾ കാണിച്ചു വെച്ചേക്കുന്നത്? ഇയാൾക്ക് എന്തുവാ ഈ പടത്തിൽ ചെയ്യാനുണ്ടായിരുന്നത്? ഇയാൾക്ക് ഒന്നും ചെയ്യാനില്ല. ചുമ്മാ ഒരു പഴം പിടിച്ച വില്ലൻ. കാണിക്കുന്ന സ്വാഗ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ തോന്നി ഇങ്ങനെ ഭയങ്കര എന്തൊരു സംഭവമാണെന്ന്. ഇതുപോലത്തെ ഒരു വാണ വില്ലനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അതുപോലെ തൊലിഞ്ഞ കുറേ സംഭവങ്ങൾ. അർജുൻ അശോകൻ ഇനി പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ പുള്ളിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിരിക്കുക സാരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ധ്യാൻ ശ്രീനിവാസൻ വെർഷൻ 2.0. ഇത് മറ്റേ പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജലിനകത്ത് വന്ന 2.0 അല്ല, ഇത് വെർഷൻ 2.0. അതായത് പടങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒന്നുമില്ലേലും ഒന്ന് കയറി വന്ന് അത്യാവശ്യം നല്ല പടങ്ങളുടെ ഭാഗമായിക്കൊണ്ടിരുന്നൊരു മനുഷ്യനാണ്.
ഇപ്പോൾ കണ്ണി കണ്ട എല്ലാ ചവറ് പടത്തിലും ഇങ്ങേരുണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. ഇതിനകത്ത് ആ രോമാഞ്ചത്തിൽ കാണിച്ച കുറേ എക്സ്പ്രഷൻസും കുറേ പരിപാടികളും കുറച്ച് ലൈറ്റായിട്ട് പുള്ളി ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പുള്ളിക്ക് ഈ പടത്തിൽ എന്ത് ചെയ്യാനുണ്ടെന്നോ പുള്ളി എന്ത് ചെയ്തെന്നോ നോക്കിക്കഴിഞ്ഞാലും ഒന്നും ഫീൽ ചെയ്യത്തില്ല. അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഈ പടത്തിൽ. ശരിക്കും പറഞ്ഞാൽ തുടക്കം തൊട്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് യാതൊരുവിധ പ്രത്യേകതകളും ഇല്ലാത്ത ഒരു നിർഗുണ തൊലിഞ്ഞ വളവാണെന്ന്. അതിനും വേണ്ടി ഒന്നുമില്ല. അത്യാവശ്യം പിടിച്ചു നിർത്തുന്ന ചില സ്ഥലങ്ങളിൽ ഇവരുടെ കുറച്ച് VFX പരിപാടിയുണ്ട് തുടക്കത്തിൽ. ഇവരൊക്കെ 70s നിന്ന് വണ്ടി കിട്ടിയില്ലെന്നാണ് എൻ്റെ സംശയം. കാരണം പണ്ട് മറ്റേ വീണ്ടും ലിസ എന്നൊക്കെ പറയുന്ന പടത്തിനകത്ത് നമ്മളെ പേടിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ കാണിക്കുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഏതാ ഡെഡ് ബോഡി അഴുകി കിടക്കുന്ന കുറേ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന നമ്മളങ്ങ് പേടിച്ച് നമ്മളങ്ങ് വരണ്ട് പടത്തി കണ്ടിരുന്നിട്ട് നമ്മൾ ഞെട്ടി അടുത്തിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വിറച്ചിട്ട് ഇവരുടെ കയ്യിലിരുന്ന കുപ്പിയും വെള്ളമൊക്കെ ചരിഞ്ഞു പോയി. ആ അവസ്ഥയിൽ പേടിച്ച്. വേറെ പണിയില്ല അണ്ണാ നിങ്ങൾക്ക്. ഇങ്ങനെയാണ് ഹൊറർ എന്നും പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചേക്കണേ. എന്തോ കാണിച്ചു വെച്ചേക്കുന്നത് ബോഡി ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നു. ശരി, ഇതിന് നമ്മളെന്തിനു വേണം നമ്മൾ പേടിച്ച് കയറണോ? പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ കണ്ണിനകത്തും പെട്ടെന്ന് വൈറ്റ് സ്കിന്നാവും. അതായത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയൊക്കെ മാറിയിട്ട് ഫുള്ള് വൈറ്റ് ആവും. ഇതൊക്കെ ഒരു 5-10 കൊല്ലം മുമ്പ് തന്നെ പല പടങ്ങളിലും വന്ന് തെന്നിപ്പോയ സാധനമാണ്. ഇപ്പോഴൊക്കെ അതൊക്കെ മാറ്റി പിടിച്ച് പിള്ളേർ വേറെ പണി തുടങ്ങി. ഇത് എല്ലാവരും നോക്കിയാലും കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അപ്പോഴേ വെള്ള. പേടിച്ച്, പിന്നെയും പേടിച്ച്. പിന്നെ വില്ലന്മാരുടെ കുറേ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അന്യായ പേടിപ്പിക്കൽ. പിന്നെ കഴുത്തറ്റ് പോയ ബോഡി. ഫയർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്നു കഴിഞ്ഞാണ്ടല്ലേ ഒരു 70s കാലം നിങ്ങൾ ഈ മൊബൈലൊക്കെ മാറ്റി വെക്കണം 2 ദിവസത്തേക്ക്, എന്നിട്ട് ഈ പടത്തിന് പോകാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ ഒന്നും ഉണ്ടാവരുത്. നിങ്ങൾ പഴയ വീണ്ടും ലിസയൊക്കെ ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾ ഈ പടത്തിന് പോകണം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആ 2 കാലഘട്ടത്തിൽ സെറ്റ് ചെയ്ത സാധനങ്ങൾ എങ്ങനെ ഒരേ കാലഘട്ടത്തിലെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ പരിപാടി പിടിക്കാൻ നോക്കും. ഹൊററെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണ്. അറ്റ്ലീസ്റ്റ് ആ തമിഴിൽ മായ എന്നൊക്കെ പറയുന്ന കുറേ പടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തരുന്നൊരു ഭീകരതയുണ്ട്. ഹൊറർ എന്ന് പറയുന്നൊരു സെറ്റപ്പിന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ഭീകരതയുണ്ട്. ഡിമോണ്ടി കോളനി പണ്ടിറങ്ങിയൊരു പടമാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എത്ര പോരായ്മയായിരുന്നെങ്കിലും സ്റ്റോറി വൈസ് ഗംഭീര സാധനമായിരുന്നു. പിന്നെ ഈ പറയുന്ന കണക്ക് ഡിമോണ്ടി കോളനിയിലൊക്കെ യൂസ് ചെയ്ത സാധനമാണ് ഏതായി കണ്ണ് വൈറ്റ് ആവുന്നതും അതും ഇതുമൊക്കെ. അന്നേ അവരിറക്കി വിട്ട ഐറ്റങ്ങളൊക്കെ ഇപ്പം നമ്മൾ കിടന്ന് പിടിക്കണം. ഇത്രയും ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഡക്ഷനും സംഭവങ്ങളും ഇത്ര കാര്യങ്ങൾ ഇവർക്ക് കിട്ടിയിട്ട് അതിനെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ നല്ല വേദന എനിക്കുണ്ട്. 1450 രൂപ 50 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഏത്തപ്പഴം മേടിച്ച് പുഴുങ്ങി തിന്നായിരുന്നു നിങ്ങൾക്കറിയാമോ? 1450 രൂപ 50 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? എവിടെയൊക്കെ പോയിരുന്നെന്നറിയോ? അങ്ങനത്തെ പൈസ ചിലവാക്കിയിട്ടാണ് നമ്മൾ അവസാനം ഈ പടത്തിന് കയറിയത്. എന്നിട്ട് അവസാനം നമുക്ക് കിട്ടിയതോ തൊലിഞ്ഞൊരു വളവും. എന്തിനു നോക്കിയാലും ഒരു വളവും കുറേ പുകയും. പിന്നെ സുമതി ആരുടെ? സുമതി എന്തടേ? സുമതിക്കൊരു കഥയുണ്ട്. അത് നിങ്ങൾ പടത്തിൽ കണ്ട് മനസ്സിലാക്കി. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നെഗറ്റീവ് ആണെന്നും പറഞ്ഞ് ഒരുത്തരും ഇങ്ങോട്ട് വന്ന് കയറണ്ട. വന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ അള്ളി മാന്തി പറിച്ച് വിടുക. എനിക്ക് പറ്റുന്നില്ല. അമ്മാര് അവരാധിച്ചൊരു പടം, ഒരു ഓഡിയൻസുമായിട്ട് ഒരു കണക്ഷനും കിട്ടാത്തൊരു പടം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയേണ്ടി വന്നത്. എനിവേ, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. നന്ദി, നമസ്കാരം.